നമ്മുടെ പെൺകുട്ടിയുടെ കാര്യം പറയണം. എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ആദ്യം തന്നെ വിഷയം ഹാപ്പി മാരീഡ് ലൈഫ്. ഈ കൊച്ചിനെ കിട്ടിയത് നിങ്ങളുടെ ലെക്കാണ് കേട്ടോ. ഒന്നോളം നോക്കിക്കോണം കേട്ടല്ലോ. ഹാപ്പി മാരീഡ് ലൈഫ്. എന്റെ ദൈവം, ഈ പറഞ്ഞ കാര്യം റെക്കോർഡ് നീ ഫോട്ടോ നടക്കുമോ? ഇന്ന് നടക്കുമോ? എല്ലാരും കണ്ടല്ലേ, ചളമായല്ലേ? ഞാൻ ആദ്യം ആദ്യം തുടങ്ങാൻ നോക്കട്ടെ. എനിക്ക് എല്ലാവരും സുഹൃത്തുക്കളാണ്. മനോജ് സാർ, നമ്മുടെ ക്യാപ്റ്റനെ തന്നെ വിളിക്കാം. മനോജ് സാർ, അവിടെ ആലീസിന്റെ വിവാഹം കഴിഞ്ഞു 18-ാം തീയതി ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് വിളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആലീസിനെ കുറിച്ച്, അഭിനയത്തെ കുറിച്ചാണ്, പിന്നെ അവരുടെ വിവാഹത്തെ കുറിച്ച് രണ്ടുപേരും സംസാരിക്കും. അപ്പം ആലീസിന്റെ ചാനലിൽ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് മൈക്ക് കേട്ടോ, ചാനലിൽ പോകുന്നുണ്ട്. അപ്പോൾ പോവാം. വളരെ നല്ല ഒരു എന്താ പറയുന്നത്, വളരെ നല്ലൊരു സന്ധ്യയാണിത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്കെൻ്റെ എന്താ പറയുന്നത്, സ്വന്തം പെങ്ങൾ എന്ന് പറയാവുന്ന ലെവലിൽ അത്രയും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരാളാണ് ആലീസ്. തിരിച്ചും അങ്ങനെ തന്നെ എന്നെ മനോജേട്ടാന്ന് തികച്ചു വിളിക്കില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞനുജത്തിക്കും അനുജനും തുടർ ജീവിതത്തിൽ, ഭാവി ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ശരിക്കും ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒത്തിരി സന്തോഷം. വളരെ അടുത്തത് നമ്മുടെ മിസ്സസ് ഹിറ്റ്ലറിൻ്റെ ക്യാമറമാൻ മനോജ് കലാഗ്രാമം. രണ്ടു പേർക്ക് എൻ്റെ കുഞ്ഞനിയത്തിക്കും ഇപ്പോൾ പുതിയതായിട്ട് വന്ന് ഞങ്ങളെ ജോയിൻ ചെയ്ത അനിയനും എല്ലാവിധ ആശംസകളും. ഞാൻ രണ്ട് വാക്ക് പറയാം. ഞാൻ പറഞ്ഞു വേണ്ട, അതിലങ്ങ് പൊക്കോന്ന് പറഞ്ഞാണ്ട് എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മനോട്ടം പണി തന്നത്. എനിക്കൊരൊറ്റ അഭ്യർത്ഥന. ഞാൻ ആദ്യം നമ്മുടെ പെൺകുട്ടിയുടെ കാര്യം പറയണം. എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. വളരെയധികം സന്തോഷം. കാരണം നമ്മളൊരു കുടുംബമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്താണ് ഞങ്ങൾക്കൊരു നല്ലൊരു കർമ്മം നടക്കുന്നത്. അതിൽ ഞങ്ങൾ ഭാഗവാക്കായത്, ഞങ്ങളെല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷത്തിലായി വന്നിരിക്കുന്നു. എന്തായാലും രണ്ടുപേർക്കും ഹാപ്പി വെഡ്ഡിങ്. അതിലുപരി ഇവിടെ വന്ന് എനിക്ക് 2 പണി ഈ പഹയൻ തന്നു. എന്നെ 2 പ്രാവശ്യം ഡാൻസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇവിടെ വന്ന് ഓരോരുത്തർക്കും പണി കൊടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അടിച്ചുപൊളിക. ഓക്കെ ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കണം. ഇല്ല, അവന് എന്തായാലും ഒരു പണി കൊടുക്കണം. കാരണം വെച്ചാൽ സ്ക്രീനിൽ വന്ന് കണ്ണുരുട്ടാന്നല്ലാതെ എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ അവൻ എല്ലാം പിന്നിലോട്ട് വെക്കും.
ആ പരിപാടി ഇന്ന് നടക്കില്ല. ഇവിടെ ചെയ്യും. എന്നാ പിടിച്ചോ. സദസ്സരെ വന്ദനം. ആലീസ് നല്ലൊരിതാണ്. ആലീസിന്റെ വിവാഹത്തിന് നമ്മൾ ആശംസകൾ നേടുന്നു. ആലീസിന്റെ വിവാഹത്തിന് ഞാൻ എല്ലാവരും ആശംസകൾ ഞങ്ങൾ എല്ലാവരും ഈ ഹിറ്ററിന് വേണ്ടി ഞങ്ങൾ ആശംസ നേടുന്നു. ഹിറ്റ്ലർ എന്ന സീരിയലിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും എനിക്ക് ഇതേ പറ്റുള്ളൂ, പ്രോം ചെയ്ത് പറയാൻ പറ്റുള്ളൂ. നമസ്കാരം. നല്ലൊരു സാധനം ഒരുപാട് പേരെ ഒരുമിച്ച് കാണാൻ സാധിച്ചു. എൻ്റെ പേരിലും മിസ്സസ് ഹിറ്റ്ലറിൻ്റെ കുടുംബത്തിൻ്റെ പേരിലും നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിന് ആശംസ അറിയിക്കുന്നു. അതായത് നന്മകൾ തരുന്നു അനുഭവിക്കുന്നു. താങ്ക് യു. ഫിക്ഷൻ ഹൗസിന് വേണ്ടിയിട്ട് നമ്മുടെ അനീഷേട്ടൻ കൊടുക്കണ്ട. അനീഷേട്ട പോ പറയണ്ട. എപ്പോഴും ഇവിടെ പറയുന്നുണ്ട് എന്നെ ഓളപ്പോലെ കണ്ടിട്ട് ഓളപ്പോലെ കണ്ടിട്ട് കഴിഞ്ഞാൽ സെറ്റ് വെച്ച് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്ന വേഷം. എൻ്റെ കുഞ്ഞിലേക്ക് പൊന്നുമോക്ക് എല്ലാവരും ആശംസിക്കണം. നമ്മൾ എല്ലാവരും അടിച്ചു കൊടുക്കാൻ പോയി നല്ലൊരു സോങ്ങിലേക്ക് പോവാം. എല്ലാവരും കൂടെ ചേർന്ന് എന്താ വിഷമം പോലെ ഇരിക്കുന്നത്. എല്ലാവരും റെഡിയാണ്. എല്ലാം റെഡിയാണ്. നല്ലൊരു പാട്ടേക്ക് പോകാൻ ഒപ്പം നമുക്ക് കൂടാം. അപ്പോൾ പ്രത്യേകമായിട്ട് ആലീസിൻ്റെ പ്രദർശനം വരും ആശംസ അറിയിക്കുന്നു. അപ്പോൾ ഇവിടെ ഇനിയും നല്ല ഫെസ്റ്റിവൽ വന്നിട്ടുണ്ട്. എൻ്റെ സ്വന്തം നാട്ടുകാരായിട്ടുള്ള വെളിയും കൊട്ടാരം കെട്ടറിലാണ്. ഒപ്പം തന്നെ അനുമോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അനുവിനോട് ഉണ്ടായിരുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമ്മളെ പാസ്സാവിലേക്ക് വാ. നിങ്ങൾ എല്ലാവരും ചേർന്ന് ഡാൻസ് ചെയ്യണം. ഓക്കെയാണോ? ഓക്കെ സതീഷ്, അതുപോലെ കുറച്ച് നേരം വലിയ സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ വർക്ക് ചെയ്യുന്ന കൂട്ടത്തില് നമ്മുടെ ടെക്നീഷ്യൻസായിട്ട് ആർട്ടിസ്റ്റുകളായിട്ട് നമ്മൾ ഇവിടെ കുറച്ച് ആൾക്കാരാണ്. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ മകളെ പോലെ 10 വയസ്സ് എൻ്റെ മകളെ പോലെ എന്നെ കുറച്ച് അഞ്ചൻ്റെ പോലെ കഴിയുന്ന അങ്ങനെ സ്നേഹിക്കും അലീസിൻ്റെ വീട്ടിലേക്ക് നല്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന നല്ല ഒരാളാണ് വന്നിരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അത് വലിയ സന്തോഷമുള്ള
എല്ലാ ഭാവങ്ങളും ജീവിതത്തിൽ എല്ലാം തന്നെ എന്ന് എല്ലാവരുടെ പേരിൽ ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. നമ്മുടെ ഓൾ ക്രൂ, നമ്മുടെ മിക്സസ് ഇന്നത്തെ ഓൾ ക്രൂ ആണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് മനസ്സോ ആൻറ്റി, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മൾ അടുത്ത പാട്ടിലേക്ക് വളരെ ഡാൻസ് കളിക്കാം. എനിക്ക് വിശ്വസ് പറഞ്ഞിട്ട് ഒരു ബിറ്റ് തരാം യൂട്യൂബ് ചാനലിന് വേണ്ടി. എനിക്ക് വിശ്വസ് പറഞ്ഞിട്ട് തരാം, ഇങ്ങനെ പറഞ്ഞാൽ മതിയാ. ഓക്കെ ഓക്കെ. ആലിസിനും ആലിസിന്റെ രാജകുമാരനും നോക്കേ, കാരണം എനിക്ക് ആലിസിനെ കണ്ടപ്പോൾ ഒരു പ്രിൻസസിനെ പോലെയാണ് തോന്നിയത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നല്ലൊരു ഹാപ്പി മാരീഡ് ലൈഫ് വിഷ് ചെയ്യുന്നു. പിന്നെ വേറെന്താണ്, ഒരുപാട് കുട്ടികളും നല്ല കുട്ടികളും നല്ല വെൽത്തും അങ്ങനെ എല്ലാ രീതിയിലും വിഷ് ഓൾ സക്സസ് ആൻഡ് ഹാവ് എ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു ചേച്ചി. വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് വരാൻ പറ്റുന്ന കാര്യത്തിൽ ചിലപ്പോൾ ഷൂട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. മോളെ താങ്ക് യു സോ മച്ച്. അഭിനയിക്കുന്നുണ്ട് കേട്ടോ സീരിയലിലൊക്കെ. ഏഷ്യാനെറ്റില് കുട്ടി താരമാണ്. സുബീഷേട്ടൻ അല്ല, സാറിനോട് പ്രത്യേക അന്വേഷണം പറയാനേ. മാരേജ് ഗൗൺ ഭയങ്കര രസമായിരുന്നു. താങ്ക് യു താങ്ക് യു. താങ്ക് യു താങ്ക് യു. Thank you. എല്ലാം കേൾക്കുന്നുണ്ട് പറയുന്നേ. ഷോട്ട് കിട്ടിയില്ല. അമ്മമാരും വന്നു. വാ വാ വാ. അച്ഛനും വന്നില്ലേ? വാ വാ. കിട്ടിയോ? പറയട്ടെ, റോളിംഗ് അല്ലേ? എനിക്ക് വേണ്ടി എന്താ പറയാനുള്ളത്? എന്താന്ന് വെച്ചാല് വളരെ നല്ലൊരു ചേച്ചിയാണ്. വളരെ നല്ലൊരു ചേച്ചിയാണ്. എന്താ പറയാ, നന്നായിട്ട് നോക്കും. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് വർഷമല്ല, ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ വിഷയം ഹാപ്പി മാരീഡ് ലൈഫ്. ഈ കൊച്ചിനെ കിട്ടിയത് നിങ്ങളുടെ ലെക്കാണ് കേട്ടോ. ഒന്നോളം നോക്കിക്കോണം കേട്ടല്ലോ. ഇതുപോലൊരു കൊച്ചിനെ എന്റെ ലോകത്ത് കണ്ടിട്ടില്ല. അത്രയും നല്ല സ്വഭാവവും നല്ല കുട്ടിയാണ്. ഞാൻ പുകഴ്ത്തി പറയണല്ലോ, തിരിച്ചെന്നെ പുകഴ്ത്തു. ചുമ്മാ സത്യം. പിന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാം ഞാൻ കാണാറുണ്ട്. സൂപ്പറാണ്, അടിപൊളിയാണ്. സത്യം, ഞാൻ ഇന്നും കൂടെ കണ്ടതേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് ഇരിക്കുന്നത് മെഹന്തി ഇടാൻ പോകുന്നത് ഭയങ്കര രസമാണ്. നിങ്ങൾ ഇങ്ങനെ ജെല്ലിനോട് നിന്നാൽ മതി കേട്ടോ. ഒരിക്കലും കളത്താ മീൻസ് ആൾക്കാരെ കാണിക്കുക അങ്ങനൊന്നും വേണ്ട. ഇതുപോലെ നിൽക്കുക. ഇത് തന്നെയാണല്ലോ നീ. അപ്പൊ ഇങ്ങനെ തന്നെ നിൽക്കുക. പിന്നെന്താ പറയാനുള്ളത്? ഇവരെനിക്ക് ഒന്നും കൂടെ ഞാൻ പറയാനാ ഹാപ്പി മാരീഡ്. താങ്ക് യു സോ മച്ച്. അടുത്ത് പൊളിക്കാട്ടോ. കഴിച്ചോ? കഴിച്ചോ? അമ്മ വന്നതിന് സന്തോഷം.
മതി മതി. പാവന്റെ കൊച്ച അത് വേണേ കൊടുത്തോ. പപ്പയുടെ സ്വന്തം അനിയനും പത്നിയുടെ സോണിയുടെ മനസ്സിലായി, ഓൾറെഡി അറിയാം. വേറെ എല്ലാവരും ഉണ്ടല്ലോ. ബോഡി അതെന്താ ഇതെല്ലാം എൻ്റെ ആങ്ങളമാരാണ്. രണ്ടുപേരും മിസ്സിംഗ് ഉണ്ട്. എല്ലാം അല്ല. ചേച്ചനും സന്തോഷമായിട്ടും ആങ്ങളമാരല്ലേ? അയ്യോ ഇവിടെ നിന്നും രണ്ടുപേരുടെ കുറവുണ്ട്. രണ്ടുപേരുടെ സ്ഥലത്തില്ല. ഒരാൾ അമേരിക്കയിലും മറ്റൊരു കാനഡയിലുമാണ്. അതുകൊണ്ട് ഇത്ര പേരെ ഇപ്പോൾ കയ്യിലുള്ളൂ. കയ്യിലുള്ളൂ.